ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കൊരു പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എണ്ണയും നെയ്യും ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ഏലക്കയും ഒരു 6 ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതരിഞ്ഞത് ഇത്ര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പീസ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റൈസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് ചേർക്കുന്നത്. ഇത് പ്രഷർ കുക്കറിൽ വെച്ചത് കാരണം 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ തനിയെ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കാഷ്നട്ടും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പം അതും നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്കതിനായിട്ടൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 6-7 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, അണ്ടിപ്പരിപ്പൊക്കെ ഇപ്പം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് മുന്തിരിങ്ങ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി കോരി മാറ്റാം. നമുക്കിനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണിത്. ഇത് ചിക്കൻ കറിയും സലാഡും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക്